ഹലോ ഗായ്സ്, ഒട്ടും കയ്പില്ലാണ്ട് നാരങ്ങ എങ്ങനെയാണ് ഉപ്പിലിട്ടെടുക്കണേന്ന് നോക്കിയാലോ. അപ്പം എൻ്റെ കയ്യിൽ ഒരു 8 നാരങ്ങ ഉണ്ടായിരുന്നു. അതും കുറച്ച് പച്ചമുളകൊക്കെ കഴുകി വെള്ളമൊക്കെ തോർത്തി കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലോട്ട് നാരങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. പാതി വേവാവട്ടെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ടത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ പിയാറിന് എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പം നെല്ലിക്ക തീരാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് നാരങ്ങയും കൂടി ഇട്ട് വെക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് അത് ചെയ്ത് വെക്കാം. അത് തീരുമ്പോഴത്തേക്ക് ഇത് റെഡി ആവുമല്ലോ. അപ്പം നാരങ്ങയൊക്കെ ഞാൻ കോരി മാറ്റി ഇനി ഇതിനൊക്കെ ഒന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം കേട്ടോ. നമ്മൾ ഉപ്പ് രസം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് രസം ഉണ്ടാവണം കേട്ടോ. പിന്നെ ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ ഒരു 3 സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നാരങ്ങയും കൂടെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു പൊട്ടണ കുപ്പി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വലിയ കുപ്പിയാണുള്ളത്. നാരങ്ങയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. പ്ലാസ്റ്റിക് കുപ്പിയിലിട്ട ശരിയാവില്ല കേട്ടോ. പൊട്ടുന്ന കുപ്പി തന്നെ വേണം നമ്മൾ ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ ഒരു 5 or 6 പച്ചമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയും കൂടെ ഉള്ള നാരങ്ങയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്താണ്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളമല്ലേ, അതിപ്പോൾ പാകത്തിന് ചൂടായിട്ടുണ്ട്. ചെറു ചൂട് മതി കേട്ടോ. തിളച്ച വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നാരങ്ങ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കുമ്പോഴത്തേനും ഇത് പാകമായി കിട്ടും കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുപ്പീൻ്റെ ഒരു സൈഡിലോട്ടേ ഉള്ളൂ എൻ്റെത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഉമ്മ.